Hello students, നമ്മൾ നെക്സ്റ്റ് സെക്ഷൻ നോക്കുന്നു. ഇറ്റ് ഈസ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഇപ്പോൾ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യുന്നത് സം യു ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു ഇറ്റ് ഈസ് ഡിഫൈൻഡ് as യു ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു 0 for 0 less than or equal to t less than a and 1 for t greater than or equal to a. ഇതാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഡെഫിനേഷൻ. എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ ഫംഗ്ഷൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു റിയൽ ലൈൻ വരയ്ക്കുന്നു, പ്ലെയിൻ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് 0. എ പറയുന്നത് ഏതെങ്കിലും ഒരു വാല്യൂ, അത് നെഗറ്റീവ് ആവും പോസിറ്റീവ് ആവും. സപ്പോസ് ഇറ്റ് ഈസ് പോസിറ്റീവ് എന്ന് ഞാൻ എടുക്കുകയാണെങ്കിൽ, സപ്പോസ് ദിസ് ഇസ് അവർ എ, അങ്ങനെയാണെങ്കിൽ 0 മുതൽ എ വരെയാണ്, എ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല കേട്ടോ. എ വരെ ഫംഗ്ഷൻ്റെ വാല്യൂ 0. ഫംഗ്ഷൻ്റെ വാല്യൂ 0 പറഞ്ഞാൽ ഈ ആക്സിസിൽ കൂടെ പോകുന്നു എന്നർത്ഥം. സോ ദിസ് വിൽ ബി ദ ഗ്രാഫ് ആഫ്റ്റർ എ. അപ്പോൾ എയുടെ ഇവിടെ ഇങ്ങനെ ഒരു ഹോൾ ഇടുകയാണ് കേട്ടോ, കാരണം എയിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0 അല്ല. ഇനി എ മുതൽ എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, എ മുതൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. എ മുതൽ എയിൽ 1 ആണ്, എക്ക് ശേഷം വരുന്ന എല്ലാ വാല്യൂസിനും 1 ആണ്. സോ ദിസ് വിൽ ബി ദ ഗ്രാഫ് ഓഫ് ഫംഗ്ഷൻ, യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ യു ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു, ഇതൊരു നൊട്ടേഷൻ ആണ് കേട്ടോ, യു ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു 0 for t less than a and 1 for t greater than or equal to a. എ വരെ 0, എയും എക്ക് ശേഷവും 1 എന്നുള്ള മീനിങ് ആണ് ഉള്ളത്. അപ്പോൾ ഇതാണ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരുന്നത്. അപ്പോൾ ഇനി യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ കൂടെ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം പഠിക്കാനാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് വന്നത്. സോ വാട്ട് ഈസ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം? സെക്കൻഡ് ട്രാൻസ്ലേഷൻ തിയറം. സെക്കൻഡ് ട്രാൻസ്ലേഷൻ തിയറം സേസ് ദാറ്റ് സപ്പോസ് ഇഫ് വി ഹാവ് എൽ ഓഫ് എഫ് ഓഫ് ടി, നമുക്ക് ഓൾറെഡി ഒരു ഫംഗ്ഷൻ എൽ ഓഫ് എഫ് ഓഫ് ടിയുടെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്കറിയാം, അത് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണെന്ന് അസ്യൂം ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ദെൻ ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ, ഈ ഒരു ടൈപ്പ് ഓഫ് ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസിൻ്റെ കൂടെ ഒരു ഇ റേസ് ടു മൈനസ് എ എസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ എ പറയുന്നത് പോസിറ്റീവ് നമ്പറാണ്. So this is called a second translation or second shifting theorem. If L of f of t equal to capital F of s, then L of f of t alla f of t minus a into u of t minus a equal to e raised to minus as into f of s, comma a greater than 0. So this is called a second translation theorem. അപ്പോൾ എങ്ങനെയാണത് പ്രൂവ് ചെയ്യുന്നത്? അതിൻ്റെ പ്രൂഫും ചോദിക്കാറുണ്ട്. സോ എങ്ങനെയാണത് പ്രൂവ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, സോ വി ആർ കൺസിഡറിങ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ നമ്മൾ നോക്കുന്നു. സോ വിച്ച് ഈസ് ഈക്വൽ ടു ബൈ ഡെഫിനിഷൻ ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി എഫ് ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു ഫംഗ്ഷൻ ഇത് മുഴുവനായിട്ടാണ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഡി ടി. സോ വിച്ച് ഈസ് ഈക്വൽ ടു, നോക്കി ഇനി യു ഓഫ് ടി മൈനസ് എ എന്ന് പറഞ്ഞാൽ ഇതാണ് ഫംഗ്ഷൻ. 0 മുതൽ എ വരെ അത് 0 ആണ്, എക്ക് ശേഷം അത് 1 ആണ്. അപ്പോൾ ഇൻറ്റഗ്രേഷനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇൻറ്റഗ്രൽ 0 മുതൽ എ വരെ പ്ലസ് ഇൻറ്റഗ്രൽ എ മുതൽ ഇൻഫിനിറ്റി വരെ എഫ് ഓഫ് ടി മൈനസ് എ യു ഓഫ് ടി മൈനസ് എ ഡി ടി പ്ലസ് ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി മൈനസ് എ യു ഓഫ് ടി മൈനസ് എ ഡി ടി. ഇൻറ്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്തു. എ പോസിറ്റീവ് നമ്പറാണ്, അപ്പോൾ 0ൻ്റെയും ഇൻഫിനിറ്റിൻ്റെയും ഇടയിലാണ് എ ഉണ്ടാവുക. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് ഇൻറ്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 0 ടു എ, 0 മുതൽ എ വരെ യു ഓഫ് ടി മൈനസ് എയുടെ വാല്യൂ എത്രയാണ്? 0 ആണ്. കണ്ടോ, അപ്പോൾ ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു 0 ഡി ടി പ്ലസ് ഇൻറ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി മൈനസ് എ യു ഓഫ് ടി മൈനസ് എ മുതൽ ഇൻഫിനിറ്റി പറഞ്ഞാൽ എക്ക് ശേഷമാണ് വരുന്നത്. എ കഴിഞ്ഞാൽ ഫംഗ്ഷൻ്റെ വാല്യൂ എത്രയാണ്? യു ഓഫ് ടി മൈനസ് എയുടെ വാല്യൂ 1 ആണ്. സോ യു ഓഫ് ടി മൈനസ് എക്ക് പകരം എന്ത് എഴുതാം? 1 ഡി ടി എന്ന് എഴുതാം. സോ ഇത് 0 ടു എ ആണ്. അപ്പോൾ 0 മുതൽ എ വരെ ഇത് 0 ആയതിൻ്റെ ഇൻറ്റഗ്രേഷൻ്റെ ഉള്ളിൽ മുഴുവൻ 0 ആവും. സോ ദ ഇൻറ്റഗ്രൽ വാല്യൂ വിൽ ബി 0 ആവും. അപ്പോൾ ഇത് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. സോ ദിസ് വിൽ ബി ഇൻറ്റഗ്രൽ എ ടു ഇൻഫിനിറ്റി, 0 അല്ല എ ആണ് കേട്ടോ, എ ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് എസ് ടി എഫ് ഓഫ് ടി മൈനസ് എ ഡി ടി എന്നായി മാറി. ഇതുവരെ ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ വേരിയബിൾ ചേഞ്ച് കൊടുക്കാൻ പോവാണ്. ഈ ടി മൈനസ് എ എന്നുണ്ടല്ലോ, ഇപ്പോൾ ഒരു പുതിയ വേരിയബിൾ കൊടുത്തു, വി ഈക്വൽ ടു ടി മൈനസ് എ. അപ്പോൾ ഡി വി എന്തായിരിക്കും? ഡി ടി മൈനസ് 0. എ പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണല്ലോ, ഡി ടി മൈനസ് 0, അതായത് ഡി വി ഈക്വൽ ടു ഡി ടി എന്ന് കിട്ടും അല്ലേ? ഓക്കെ, ഇനി ഇവിടെ ടിയുടെ ലിമിറ്റാണ് എ മുതൽ ഇൻഫിനിറ്റി വരെ. അപ്പോൾ ടി എ ആണെങ്കിൽ വി എത്രയായിരിക്കും? ടി മൈനസ് എ ആണ്, അതായത് എ മൈനസ് എ ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി ടി ഇൻഫിനിറ്റി ആണെങ്കിൽ വി എത്രയായിരിക്കും?
infinity minus a and that is again infinity. So this will become integral 0 to infinity. കണ്ടോ, ലിമിറ്റ് മാറി ഇൻ്റഗ്രൽ 0 to infinity e raised to minus s ഉണ്ട്. ടി എന്ന് എഴുതാൻ പറ്റില്ല, നമുക്ക് ടീനെ മൊത്തത്തിൽ നമ്മൾ വിയിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടിക്ക് പകരം എന്തെഴുതേണ്ടി വരും? ഈ മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് എ ആവും അല്ലേ. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് എന്തെഴുതാം? വി പ്ലസ് എ എന്ന് എഴുതാം. എഫ് ഓഫ് ടി മൈനസ് എക്ക് പകരം എന്തെഴുതാം? വി എന്ന് എഴുതാം. ഡി ടിക്ക് പകരം എന്തെഴുതാം? ഡി വി എന്ന് എഴുതാം. സോ ഇത് ഇൻ്റഗ്രൽ വിൽ ബിക്കം ഇൻ്റഗ്രൽ 0 to infinity e raised to minus എസ് വി പ്ലസ് s into v plus a f of v dv എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to infinity e raised to minus എസ് വി into e raised to minus എസ് എ എഫ് ഓഫ് ഡി വി എന്ന് എഴുതി. ഇതിനെ സ്പ്ലിറ്റ് ചെയ്തു, ഇൻ്റഗ്രേഷൻ്റെ എക്സ്പോണൻഷ്യലിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ വേരിയബിൾ ഏതാ? വി ആണ് വേരിയബിൾ. അപ്പോൾ വി ഉള്ള ടേംസ് മാത്രം അകത്ത് നിന്നാൽ മതി, ബാക്കി എല്ലാത്തിനെയും കോൺസ്റ്റൻ്റ് ആക്കി വിചാരിക്കാം നമുക്ക്. സോ മൈനസ് എസ് എ എന്ന് പറയുന്നതിൽ വി ഇല്ലാത്തത് കൊണ്ട് ഈ ടേം മൊത്തമായിട്ട് എന്ത് ചെയ്യാം? ഔട്ട് സൈഡ് എടുക്കാം. സോ ഇ റേസ് ടു മൈനസ് എ എസ് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to infinity ഇ റേസ് ടു മൈനസ് എസ് വി എഫ് ഓഫ് വി ഡി വി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് നോക്കിയത് എന്താണത്? നമുക്കറിയാം ഇൻ്റഗ്രൽ 0 to infinity ഇ റേസ് ടു മൈനസ് എസ് ടി ഇൻറ്റു എഫ് ഓഫ് ടി ഡി ടി എന്ന് പറഞ്ഞാൽ എൽ ഓഫ് എഫ് ഓഫ് ടി ആണ്, അഥവാ ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ആണ് എന്നറിയാം. ഇത് തന്നെയാണിത്. ടി എഴുതിയിരിക്കുന്നിടത്ത് പകരം വി എഴുതിയിരിക്കുന്നു, വേരിയബിൾ ചേഞ്ച് നടത്തിയിരിക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം ഇൻ്റഗ്രലിൽ വേരിയബിൾ ചേഞ്ച് നടത്തിയാലും വാല്യൂസിൽ വ്യത്യാസമൊന്നും വരില്ല. അപ്പോൾ ടി എഴുതിയാലും വി എഴുതിയാലും ഇത് സെയിം തന്നെയാണ്. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് ഇ റേസ് ടു മൈനസ് എ എസ്. ഇതിന് എന്തെന്ന് വിളിക്കാം? നമുക്ക് എൽ ഓഫ് എഫ് ഓഫ് ടി എന്ന് വിളിക്കാം, അഥവാ ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു ഇതെന്താണ്? ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് വിളിക്കാം. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് സെക്കൻഡ് ട്രാൻസ്ലേഷൻ തിയറം അഥവാ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം. ആൻഡ് പ്രൂഫ് നോക്കി വയ്ക്കുക, എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഒരു നോട്ടായിട്ട് നമുക്ക് പറയാം ഒരു കാര്യം കൂടെ. ഇപ്പോൾ നമുക്ക് കിട്ടിയത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് കൊമ എ ഗ്രേറ്റർ ദാൻ 0. ദിസ് ഈസ് ദ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം. ഇനി ഈ എഫ് ഓഫ് ടി മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനിപ്പോൾ എടുക്കുകയാണ്, സപ്പോസ് ലെറ്റ് എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ ആർബിട്രറി ഫംഗ്ഷൻ ആണല്ലോ. എഫ് ഓഫ് ടി ഈക്വൽ ടു 1 എന്ന് കൊടുത്തു ഞാൻ. എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ 1 ആണ്. അപ്പോൾ എഫ് ഓഫ് ടി മൈനസ് എ എന്തായിരിക്കും? ടി മൈനസ് എ കൊടുത്താലും ടി കൊടുത്താലും ഈ 1ൽ മാറ്റമൊന്നുമില്ല, ഇവിടെ വാല്യൂ കൊടുക്കാനായിട്ടൊന്നുമില്ല. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു അഗെയിൻ 1. അപ്പോൾ എഫ് ഓഫ് ടി മൈനസ് എ വിൽ ബി ഈക്വൽ ടു 1. ദെർഫോർ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് 1 ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ആയി മാറും. കാരണം ഇതെന്താണ്? 1 ആണ്, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ് എഫ് എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് എ എന്നായി മാറും. ശരിയല്ലേ? ആൻഡ് വാട്ട് ഈസ് ദിസ് ബൈ ഇതെന്താ പറയുന്നത്? നമുക്ക് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം എന്താ പറയുന്നത്? ഇത് കണ്ടുപിടിക്കുന്നത് എന്തിനോട് ഈക്വലൻ്റ് ആണ്? ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസിനോട് ഈക്വലൻ്റ് ആണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസിനോട് ഈക്വൽ ആണ് യു ഓഫ് ടി മൈനസ് എ എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്? ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണ്. അപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് വിളിക്കുന്നത്. വാട്ട് ഈസ് ക്യാപിറ്റൽ എസ്? എൽ ഓഫ് 1 എത്രയാണ്? എൽ ഓഫ് 1 ഇസ് ഈക്വൽ ടു 1/s ആണ്. അപ്പോൾ ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു 1/s എന്ന് പറഞ്ഞാൽ ബൈ എസ് ഇസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യു ഓഫ് ടി മൈനസ് എ എന്ന് കിട്ടും. അതായത് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഈസ് നത്തിങ് ബട്ട് ഇ റേസ് ടു മൈനസ് എ എസ് ബൈ എസ്. അപ്പോൾ ഈ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തിലൂടെ നമുക്ക് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻസിൻ്റെ മാത്രം ലാപ്ലാസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പറ്റും. സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം പറയുന്നത് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഉണ്ടെങ്കിൽ എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു എഫ് ഓഫ് എസ് ആണ്. ഇവിടുത്തെ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ഈ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ആണ്. ഈ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ മാത്രം, ഇവിടെ അത് മാത്രമേ ഉള്ളൂ, അത് കണ്ടുപിടിക്കാം. അതെങ്ങനെയാണ്? എഫ് ഓഫ് ടിക്ക് നിങ്ങൾ 1 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ തിയറം ഉപയോഗിക്കുമ്പോൾ നമുക്ക് എൽ ഓഫ് 1 ആണ് എഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. എൽ ഓഫ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/s ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇ റേസ് ടു മൈനസ് എ എസ് ബൈ ഡിവൈഡ് ബൈ എസ് ഇസ് ഈക്വൽ ടു ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കേസിൽ നിന്നും നമുക്ക് 2 റിസൾട്ടുകൾ എഴുതാൻ പറ്റും. നോക്കി, ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ഇതാണെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എ എസ് ബൈ എസ് എന്തായിരിക്കും? യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിരിക്കും അല്ലേ? ഇതിൻ്റെ ലാപ്ലാസ് ഇതാണെങ്കിൽ ഇതിൻ്റെ ലാപ്ലാസ് ഇൻവേഴ്സ് ഇയാളാണെന്ന് പറയാം. അതേപോലെ എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ
ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ e റേസ് ടു മൈനസ് as കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ളതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഇതെന്തായിരിക്കും എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ ഒരു കോൺസിക്വൻസ് ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാം. ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി, അതിൻ്റെ ഇൻവേഴ്സ് ആണ് ഇതെന്ന് ആലോചിക്കാൻ പറ്റണം. ഓക്കെ, ഇപ്പോൾ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് ദിസ് വൺ ഈക്വൽ ടു ദിസ് ആണെങ്കിൽ ഇതിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും ഇതിനകത്ത് എഴുതിയത്. അതേപോലെ ഇവിടെയും ഇതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം ഇതാണെങ്കിൽ ഇതിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും ഈ അകത്ത് എഴുതിയത്. ഓക്കെ, ദെൻ ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യാൻ നോക്കാം. സോ പ്രോബ്ലം ഫൈൻഡ് എൽ ഇൻവേഴ്സ് ഓഫ് e raised to minus 3s divided by s cube. So this is our question. L inverse, you have to find L inverse of e raised to minus 3s divided by s cube. Okay. അപ്പോൾ ലാപ്ലാസ് ഇൻവേഴ്സ് ഓഫ് e raised to minus 3s into 1 by s cube ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് ഏത് ഫോർമാറ്റിലാണ് ഉള്ളത്? L ഇൻവേഴ്സ് ഓഫ് e raised to minus as into some capital F of s എന്ന് പറയുന്ന ഫോമിലാണ് ഉള്ളത്. ഇതിൽ എയുടെ വാല്യൂ ഇവിടെ എത്രയാണ് നോക്കിയേ, കമ്പയർ ചെയ്യുമ്പോൾ 3 ആണ്. ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇവിടെ എത്രയാണ്? 1 by s cube ആണ്. മനസ്സിലാവുന്നില്ലേ ഇതൊന്ന് കമ്പയർ ചെയ്ത് എഴുതുന്നത്? ഓൺ കമ്പാരിസൺ വി ഗെറ്റ് ഈ ഫോർമാറ്റിലാണുള്ളത്. ഇതിൽ എ 3 ആണ്, എഫ് ഓഫ് എസ് 1 by s cube ആണ്. ശരിയല്ലേ? അപ്പോൾ നമുക്കറിയാം ലാപ്ലാസ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറത്തിലൂടെ കിട്ടുന്നതാണ്. അതെന്താണ്? എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ആണ് ബൈ ഫോർമുല. അപ്പോൾ ഈ എഫും എന്താണെന്ന് അറിഞ്ഞാൽ, സ്മോൾ എഫ് എന്താണെന്ന് അറിഞ്ഞാൽ നമുക്കിനി ബാക്കി എഴുതാൻ പറ്റുള്ളൂ. ഈ സ്മോൾ എഫ് എങ്ങനെ കിട്ടും? ക്യാപിറ്റൽ എഫ് അറിയാമെങ്കിൽ സ്മോൾ എഫ് കണ്ടുപിടിക്കാനൊന്നുമില്ല. എൽ ഇൻവേഴ്സ് ഓഫ്, ഇതാണ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്, എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഇസ് ഈക്വൽ ടു എൽ ഇൻവേഴ്സ് ഓഫ് 1 by s cube ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 1 by s ക്യൂബിൻ്റെ എൽ ഇൻവേഴ്സ് ആണ് നമ്മൾ എഫ് ഓഫ് ടി എന്ന് വിളിക്കുന്നത്. സ്മോൾ എഫ് ഓഫ് ടി വിളിക്കുന്നത് ക്യാപിറ്റൽ എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ആണ്. അതായത് എൽ ഇൻവേഴ്സ് ഓഫ് ഇവിടുത്തെ എഫ് ഓഫ് എസ് ഇതാണ് ചൂസ് ചെയ്യേണ്ടത്, 1 by s ക്യൂബ് ആണ്. അപ്പോൾ ഇനി എൽ ഇൻവേഴ്സ് ഓഫ് 1 by s ക്യൂബ് എത്രയാണ്? എൽ ഇൻവേഴ്സ് ഓഫ് 1 by s ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതാണ് നമ്മൾ കഴിഞ്ഞ എക്സാമ്പിൾസിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എസ് ക്യൂബ് ആണെങ്കിൽ ഇവിടെ 2 ഫാക്ടോറിയൽ എന്ന് വന്നാലേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ബിക്കോസ് നമുക്ക് എൽ ഇൻവേഴ്സ് ഓഫ് എൻ ഫാക്ടോറിയൽ ബൈ എസ് റേസ് ടു എൻ പ്ലസ് വണ്ണിനെയാണ് ടി റേസ് ടു എൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഫോർമാറ്റിലേക്ക് വരണമെങ്കിൽ ഇവിടെ എൻ പ്ലസ് വൺ, ഇവിടെ 3 ആണെങ്കിൽ അതിൽ 1 കുറവ് എൻ ഫാക്ടോറിയൽ മേലെ വരണം. അപ്പോൾ 2 ഫാക്ടോറിയൽ ഇവിടെ ഉണ്ടെങ്കിലേ എനിക്ക് ഇതിൻ്റെ ഫോർമുലയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ 2 ഫാക്ടോറിയൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഡിവൈഡ് ചെയ്യുകയും വേണം. സോ 1 by 2 ഫാക്ടോറിയൽ ഡിവൈഡ് ചെയ്തു, മൾട്ടിപ്ലൈ ചെയ്തു. സോ 1 by 2 ഫാക്ടോറിയൽ വാട്ട് വിൽ ബി ദിസ് വിൽ ബി ഈക്വൽ ടു ടി സ്ക്വയർ ആവും. അപ്പോൾ ഇതാണ് എഫ് ഓഫ് ടി. 1 by 2 ഫാക്ടോറിയൽ പറഞ്ഞാൽ 2 തന്നെയാണ്. ടി സ്ക്വയർ ബൈ 2 വിൽ ബി എഫ് ഓഫ് ടി. അപ്പോൾ എഫ് ഓഫ് ടി ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്, ടി സ്ക്വയർ ബൈ 2 എന്ന് പറയുന്നത്. റെഡി? ദെർഫോർ എഫ് ഓഫ് ടി മൈനസ് എ എന്തായിരിക്കും? ടി മൈനസ് എ പറഞ്ഞാൽ എഫ് ഓഫ് ടി മൈനസ് എയുടെ വാല്യൂ ഇവിടെ നിന്ന് കമ്പയർ ചെയ്ത് നമുക്ക് കിട്ടിയത് ടി മൈനസ് 3 ആണ്. എഫ് ഓഫ് ടി ഇതാണെങ്കിൽ എങ്ങനെയാണ് എഫ് ഓഫ് ടി മൈനസ് 3 കണ്ടുപിടിക്കുക? ടി ഉള്ള സ്ഥലത്തൊക്കെ ടി മൈനസ് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ടി സ്ക്വയർ ബൈ 2ൽ ടിക്ക് പകരം ടി മൈനസ് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വി ഗെറ്റ് ക്യാപിറ്റൽ എഫ് ഓഫ് സ്മോൾ എഫ് ഓഫ് ടി മൈനസ് എ കിട്ടി. അപ്പോൾ എഫ് ഓഫ് ടി മൈനസ് എ കിട്ടി. ഇനി യു ഓഫ് ടി മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? യു ഓഫ് ടി മൈനസ് 3 ആണ്. എന്താണ് യു ഓഫ് ടി മൈനസ് 3 എന്ന് പറഞ്ഞാൽ? യു ഓഫ് ടി മൈനസ് എൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം, ടി മൈനസ് എയുടെ ഡെഫിനിഷൻ നമുക്കറിയാം. എ വരെ 0, എക്ക് ശേഷം 1. അപ്പോൾ ടി മൈനസ് 3 എന്തായിരിക്കും? 3 വരെ 0, 3ക്ക് ശേഷം 1 ആയിരിക്കും. ശരിയല്ലേ? അപ്പോൾ ഇതെല്ലാം കൂടി കമ്പയർ ചെയ്ത് നമുക്ക് ആൻസർ എഴുതണം. ദെർഫോർ എൽ ഇൻവേഴ്സ് ഓഫ് ഇ റേസ് ടു മൈനസ് 3s ബൈ എസ് ക്യൂബ് ഇസ് ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ് വാല്യൂ വരുന്നത്? എഫ് ഓഫ് ടി മൈനസ് 3 ഇൻറ്റു യു ഓഫ് ടി മൈനസ് 3 ആണ് ബൈ ഡെഫിനേഷൻ. ഇതാണോ ബൈ ഷിഫ്റ്റിംഗ് തിയറം? ഇതാണ് ബൈ ഷിഫ്റ്റിംഗ് തിയറം. ആൻസർ ഈസ് this one, and this is equal to f of t minus 3 is t minus 3 the square by 2 into u of t minus 3. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം, അല്ലെങ്കിൽ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കാം. ഇത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ടി മൈനസ് 3 സ്ക്വയർ ബൈ 2 ഇൻറ്റു ദ പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷൻ 0 ലെസ് ദാൻ ടി ലെസ് ദാൻ 3 ആൻഡ് 1 ഫോർ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3. ഇത് യു ഓഫ് ടി മൈനസ് 3നെ അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് എഴുതി. ഇനി ഇതുകൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? ഇതിനെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ വി ഗെറ്റ് ദ വാല്യൂ 0 ഫോർ 0 ലെസ് ദാൻ ടി ലെസ് ദാൻ 3. ഇനി ഇതിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? ടി മൈനസ് 3 സ്ക്വയർ ബൈ 2 when t greater than or equal to 3. 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ 0, 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ 1, അത്രയേ ഉള്ളൂ കേട്ടോ.
സോ ദിസ് വിൽ ബി ദ ആൻസർ. ഇനി ഇത് എഴുതിയില്ലെങ്കിലും ഇതുവരെയെങ്കിലും എഴുതാൻ സാധിക്കണം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവാൻ ചിലപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ. അപ്പോൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കൂ. e⁻³ ഡിവൈഡഡ് ബൈ s³ ആണ് ഫംഗ്ഷൻ. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് ഈ ഫോർമാറ്റിലാണെന്ന് ആദ്യം മനസ്സിലാക്കണം. എത്രയാണ്, f(s) എന്താണെന്ന് മനസ്സിലാക്കണം. ഈ f(s)ൻ്റെ മാത്രം ലാപ്ലാസ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം നിങ്ങൾ കണ്ടുപിടിക്കണം. അതാണ് f(t). അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. t²/2 ആണ്. ദെൻ f(t) ഇതാണെങ്കിൽ f(t−a) എന്താണ്? f(t−3) ആണ്. എന്ന് വെച്ചാൽ ടീന് പകരം t−3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു f(t)യിൽ. അപ്പോൾ t² മാത്രമേ t ഉള്ളൂ. അതിൽ tക്ക് പകരം t−3 കൊടുത്തപ്പോൾ f(t−a) കിട്ടി. u(t−a) എന്ന് പറഞ്ഞാൽ u(t−3) ആണ്. എയുടെ വാല്യൂ 3 ആണ്. ഇതെങ്ങനെ എഴുതാം? a വരെ 0, എക്ക് ശേഷം 1. ഇവിടെ എക്ക് 3 ആണെങ്കിൽ 3 വരെ 0. കണ്ടോ, 3 വരെ, 3ക്ക് ശേഷം 1 ആണ്. അപ്പോൾ ഇത് രണ്ടും കിട്ടി. അതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മളുടെ ഫംഗ്ഷൻ്റെ ആൻസർ. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. One more problem. Find L inverse of e⁻³ divided by s−1⁴. അപ്പോൾ ഇവിടെയും നമുക്കിതിനെ മനസ്സിലാക്കേണ്ടത് L ഇൻവേഴ്സ് ഓഫ് e⁻as ഇൻറ്റു f(s) ഫോർമാറ്റിലാണ് ഉള്ളത്. എയുടെ വാല്യൂ 3 ആണ്. f(s) എന്ന് പറയുന്നത് 1/s−1⁴ ആണ്. ഓക്കെ, 1/s−1⁴ ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഇൻവേഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്. Therefore f(t) എന്ന് പറഞ്ഞാൽ L ഇൻവേഴ്സ് ഓഫ് 1/s−1⁴ ആയി മാറും. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് 1/s−1⁴ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം പഠിച്ചതാണ് അല്ലേ. നമ്മുടെ ഫോർമാറ്റിൽ എസ്സിന് പകരം s−a റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറമാണ്. അതിനെ e⁻at കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം നമ്മൾ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതിനെ e⁻t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. Therefore e⁻t ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് 1/s⁴ എന്ന് എഴുതാൻ പറ്റും. കാരണം ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം ബൈ ഫസ്റ്റ് ഷിഫ്റ്റ് തിയറം. ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം ആൻഡ് സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിച്ചേ പറ്റത്തുള്ളൂ. e⁻t ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് 1/s⁴ എന്ന് എഴുതാം. ഇതെങ്ങനെയാണെന്ന് മനസ്സിലായോ? എസ്സിന് പകരം s−1 റീപ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ e⁻at കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. e⁻at പറഞ്ഞാൽ ഇവിടെ e⁻1t ആണ്, അതായത് e⁻t. സോ വിച്ച് ഈസ് ഈക്വൽ ടു e⁻t ഇൻറ്റു നമുക്ക് ഇതിൻ്റെ L ഇൻവേഴ്സ് നിങ്ങൾക്കറിയോ? ഇല്ല, ഇവിടെ 3 ഫാക്ടോറിയൽ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് അവിടെ അറിയാമായിരുന്നു. അതുകൊണ്ട് ഒരു 3 ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. So this can be written e⁻t into അല്ലെങ്കിൽ 1/3 ഫാക്ടോറിയൽ ഇൻറ്റു ഇതെന്ത് വരും? t³ എന്ന് വരും. സോ വി ഗെറ്റ് e⁻t ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു t³ എന്ന് കിട്ടും. അതായത് e⁻t ഇൻറ്റു t³ ഡിവൈഡഡ് ബൈ 6, 3 ഫാക്ടോറിയൽ ഈക്വൽ ടു 6 എന്ന് കിട്ടി. ഇതാണ് എന്ത്? f(t). നമുക്ക് കാണേണ്ടത് f(t) അല്ല, f(t−a) ആണ്. ബൈ സെക്കൻഡ് ഷിഫ്റ്റ് തിയറം വി ഹാവ് L inverse of e⁻as into capital F(s) is equal to f(t−a) into u(t−a) ആണ് ഫോർമുല. ഇതാണ് ഫോർമുല. അപ്പോൾ ഇവിടെ f(t−a)യും u(t−a) ആണ് എനിക്ക് ആവശ്യം. അപ്പോൾ f(t−a) എങ്ങനെ കാണാൻ പറ്റും? എവിടെയൊക്കെ t ഉണ്ടോ അവിടെയൊക്കെ t−a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് f(t−a)യുടെ വാല്യൂ എത്രയാണ്? കമ്പയർ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട് 3 ആണ്. സോ f(t−3) എങ്ങനെ കണ്ടുപിടിക്കും? എവിടെയൊക്കെ t ഉണ്ടോ അവിടെയൊക്കെ t−3 റീപ്ലേസ് ചെയ്യണം. സോ e⁻t−3 t−3യുടെ ക്യൂബ് ഡിവൈഡഡ് ബൈ 6. ഇനി u(t−3) എന്താണ്? നോക്കി, 3 വരെ 0, 3ക്ക് ശേഷം 1 അങ്ങനെ പഠിച്ചാൽ മതി. അപ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. 3 വരെ 0, 3ക്ക് ശേഷം, ഇവിടെ 3 ആണ് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ a വരെ 0, എക്ക് ശേഷം 1. ഓക്കെ, therefore L ഇൻവേഴ്സ് ഓഫ് e⁻3s ബൈ s−1⁴ ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? ആദ്യം f(t−3) ഇൻറ്റു u(t−3) ആണ്. അതായത് e⁻t−3 ഇൻറ്റു t−3 ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 6 ആണ് ഇൻറ്റു u(t−3) എന്ന് തന്നെ ഞാൻ എഴുതുന്നു, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി വയ്ക്കാം. സോ ദിസ് വിൽ ബി ദ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് cos t ഇൻറ്റു u(t−5). അപ്പോൾ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഫോർമാറ്റുമായിട്ട് ഇത് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. നമുക്കറിയാവുന്ന ഫോർമാറ്റ് ബൈ ഷിഫ്റ്റിംഗ് തിയറം അല്ലെ, സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം അങ്ങനെ തന്നെ പറയണം. ബൈ സെക്കൻഡ് ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ തിയറം വി ഹാവ് ദ റിസൾട്ട് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് f(t−a) ഇൻറ്റു u(t−a) ഈക്വൽ ടു e⁻as ഇൻറ്റു ക്യാപിറ്റൽ F(s), a > 0, ക്യാപിറ്റൽ F(s) ഈക്വൽ ടു L(f)(t) ആണ്.
ഇത് ഈ എഫ് ഓഫിൻ്റെ ലാപ്ലാസ് ആണ് എഫ് ഓഫ് എസ്. ഇത്രയും നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? കോസ് ടി യു ഓഫ് ടി മൈനസ് പൈ. യു ഓഫ് ടി മൈനസ് എക്ക് പകരം ടി മൈനസ് പൈ. അപ്പോൾ എയുടെ വാല്യൂ പൈ ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി പക്ഷെ നമുക്കിവിടെ എഫ് ഓഫ് ടി പകരം എഫ് ഓഫ് ടി മൈനസ് എക്ക് പകരം തന്നിരിക്കുന്നത് എന്താണെന്നറിയോ? കോസ് ടീന്നേ തന്നിട്ടുള്ളൂ, ടി മൈനസ് പൈ എന്ന് തന്നിട്ടില്ല. ടി മൈനസ് പൈ എന്ന് തന്നാലേ നമുക്ക് ഈ ഫോർമുല ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇവിടെ വെറും എഫ് ഓഫ് ടി ആണെങ്കിൽ ഇതല്ല. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ യു ഓഫ് ടി മൈനസ് പൈ ആണെങ്കിൽ ഇവിടെയും എഫ് ഓഫ് ടി മൈനസ്, അതായത് കോസ് ഓഫ് ടി മൈനസ് പൈ എന്ന് വേണ്ടിയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ മാച്ച് ചെയ്യുന്നത് പോലെ കൊണ്ടുവന്നാലേ ഇത് നമുക്ക് എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഈ ഫംഗ്ഷൻ എടുത്തു. നോക്കിയ കോസ് ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ. കോസ് ടി എന്ന് പറയുന്ന ഫംഗ്ഷന് വേണമെങ്കിൽ നമുക്ക് കോസ് ഓഫ് ടി മൈനസ് പൈ എന്ന് എഴുതാൻ പറ്റുമോ? കോസ് ഓഫ് ടി മൈനസ് പൈ എന്ന് എഴുതാൻ പറ്റുമോ? അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. സോ വി ആർ കൺസിഡറിങ് കോസ് ഓഫ് ടി പ്ലസ് പൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്? വാട്ട് ഈസ് കോസ് ഓഫ് ടി പ്ലസ് പൈ? ആക്ച്വലി ഇവിടെ യു ഓഫ് ടി പ്ലസ് പൈ ആണ് കേട്ടോ. ടി മൈനസ് പൈ എന്ന് പറയുമ്പോൾ നമുക്ക് വാല്യുവേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കോസ് ഓഫ് ടി പ്ലസ് പൈയിലേക്ക് ഞാൻ പോകുന്നു. അപ്പോൾ കോസ് ഓഫ് ടി പ്ലസ് പൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്വാഡ്രൻ്റ് നോക്കാം. ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്. ടി ഇത് 0, ഇത് π/2, ഇത് പൈ, ഇത് 3π/2. ഓക്കെ, പൈ പ്ലസ് ടി പ്ലസ് പൈ എന്ന് പറയുമ്പോൾ എവിടെയാണ് വരിക? പൈനേക്കാൾ കൂടുതൽ എന്ന് പറയുമ്പോൾ ഈ ക്വാഡ്രൻറ്റിലാണ് വരിക അല്ലേ? ഈ ക്വാഡ്രൻറ്റിൽ കോസ് ഓഫ് ടി പ്ലസ് പൈ എന്ന് പറഞ്ഞാൽ ആക്ച്വലി കോസ് ടി തന്നെയാണ്. പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് എങ്ങനെ അറിയാം? തേർഡ് ക്വാഡ്രൻറ്റിൽ ആരാണ് പോസിറ്റീവ്? ടാൻ ആണ് പോസിറ്റീവ്. അപ്പോൾ കോസ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. സോ കോസ് ഓഫ് ടി പ്ലസ് പൈ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് ടി ആണെന്ന് നമുക്കറിയാം. ഓക്കെ, മൈനസ് കോസ് ടി ആണെന്ന് നമുക്കറിയാം. സോ നമ്മുടെ ക്വസ്റ്റിനെ ഞാൻ മാറ്റി എഴുതാൻ പോകുന്നു. ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ടി ഇൻറ്റു യു ഓഫ് ടി പ്ലസ് പൈ ഈക്വൽ ടു, നമുക്കിതിനെ ഇങ്ങനെ എഴുതാം, മൈനസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് മൈനസ് കോസ് ടി യു ഓഫ് ടി പ്ലസ് പൈ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? സോ വിച്ച് ഈസ് ഈക്വൽ ടു, ഈ മൈനസും മൈനസും പ്ലസ് ആവും. അപ്പോൾ ഇത് തന്നെയാണ്, ഇത് ദിസ് ആർ സെയിം അല്ലേ? ദാറ്റ് ഈസ് മൈനസ് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് മൈനസ് കോസ് ടിക്ക് പകരം എനിക്ക് എന്ത് എഴുതാം? കോസ് ഓഫ് ടി പ്ലസ് പൈ എന്ന് എഴുതാം അല്ലേ? കോസ് ഓഫ് ടി പ്ലസ് പൈ യു ഓഫ് ടി പ്ലസ് പൈ എന്നെഴുതാം. അപ്പോൾ ഇപ്പം നോക്കിയേ, this is equal to minus Laplace transform of cos of t minus minus pi എന്ന് എഴുതാം കേട്ടോ. t minus minus pi u of t minus minus pi എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഉള്ളത് എഫ് ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ ഫോമിലാണ്. എക്ക് പകരം മൈനസ് പൈ ആണ്. ശരിയല്ലേ? നമുക്ക് ഇത് എ എന്ന് വിളിച്ചാൽ സം ഫംഗ്ഷൻ ഓഫ് ടി മൈനസ് എ ഇൻറ്റു യു ഓഫ് ടി മൈനസ് എ എന്നുള്ള ഫോമിലാണ്. ഇവിടെ എയുടെ വാല്യൂ എത്രയാണ്? മൈനസ് പൈ ആണ്. റെഡി? അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഷിഫ്റ്റിംഗ് തിയറം പ്രകാരം ഇത് എന്തായിരിക്കും? ദിസ് ഈസ് ഈക്വൽ ടു, മൈനസ് പുറത്തുണ്ട്, അത് ഇവിടെ തന്നെ എഴുതണം, മറക്കരുത്. ഇ റേസ് ടു മൈനസ് എ എസ് ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്നാണ് ഫോർമുല ഉള്ളത്. ദറ്റ് ഈസ് മൈനസ് ഇ റേസ് ടു മൈനസ് എയുടെ വാല്യൂ മൈനസ് പൈ ആണ്, മൈനസ് പൈ എസ് ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എസ്, അതായത് മൈനസ് ഇ റേസ് ടു പൈ എസ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്നാണ് ആൻസർ. ഇനി എഫ് ഓഫ് എസ് എന്താണെന്ന് അറിയത്തില്ലല്ലോ. വാട്ട് ഈസ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്? ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് പറഞ്ഞാൽ ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ആണ്. ലാപ്ലാസ് ട്രാൻസ്ഫോം എഫ് ഓഫ് ടി, അതായത് ലാപ്ലാസ് ട്രാൻസ്ഫോം ഓഫ് കോസ് ടി ആണ് അല്ലേ? ഫംഗ്ഷനിൽ എഫ് ഓഫ് ടി എന്തായിരുന്നു? കോസ് ടി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ടി എന്ന് പറഞ്ഞതിൻ്റെ ലാപ്ലാസ് ട്രാൻസ്ഫോം എന്താ? എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. ഇവിടെ എ പറഞ്ഞാൽ 1 ആണ്. ദാറ്റ് ഈസ് 1. s by s square plus 1 ആണ്. Therefore, the answer is Laplace transform of cos t into u of t plus pi equal to minus e raised to pi s. ഇതാണ് f of s എന്ന് പറഞ്ഞാൽ s by s square plus 1. So, this will be the answer. Okay.